നല്ല കട്ടിയുള്ള ഗ്രേവിയോട് കൂടി തേങ്ങാ കഷ്ണങ്ങളൊക്കെ ചേർത്തുണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനുമൊക്കെ പറ്റിയ നല്ലൊരു വിഭവമാണിത്. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോഗ്രാം ബീഫാണ്. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചതാണ്. തീരെ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള അല്പം വലിയൊരു കഷ്ണങ്ങളായിട്ടാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ബീഫിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടേബിൾ സ്പൂണോളം സുർക്ക ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബീഫിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് യോജിക്കണം. നന്നായിട്ട് മസാല പുരട്ടിയതിന് ശേഷം നമുക്ക് ഈ ബീഫ് അടച്ചു വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. എന്നിട്ട് നമുക്കൊരു 4 മണിക്കൂറിന് ശേഷം കറി ഉണ്ടാക്കാം. അപ്പോഴേക്ക് ബീഫിൽ മസാല നന്നായിട്ട് പിടിച്ചോളും. കുറഞ്ഞതൊരു 4 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. ഇതിപ്പോൾ ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് ഉണ്ടാക്കിയിട്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കറി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ കഷ്ണങ്ങൾ ആവശ്യമുണ്ട്. അതിന് വേണ്ടി ഒരു തേങ്ങയുടെ പകുതി ഞാൻ ഇതിൻ്റെ ചിരട്ടയൊക്കെ പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം എടുത്തു വെച്ചതാണ്. ഇത് പച്ച തേങ്ങയാണ്, കൊപ്രയൊന്നുമല്ല. ഇത് നമുക്ക് ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ തേങ്ങ മുഴുവനും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പകുതിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു പ്രഷർ കുക്കർ എടുക്കാം. ഈ കുക്കർ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇനി സവാള വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. കൂടുതൽ സമയം വഴറ്റി ബ്രൗൺ കളറൊന്നും ആക്കണ്ട. കാരണം നമ്മളിതിൽ ബീഫാണ് വേവിക്കുന്നത്. ബീഫ് കുറേ സമയം വേവേണ്ടതുകൊണ്ട് അതിൻ്റെ കൂടെ ഉള്ളിയും നന്നായിട്ട് വെന്തോളും. അതുകൊണ്ട് കൂടുതൽ സമയം വഴറ്റിയെടുക്കണ്ട. വെളിച്ചെണ്ണയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടി ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റാം. പിന്നെ ഇതിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല. പൊതുവേ ഈ കറിയിൽ അത് ചേർക്കാറില്ല. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. പൊടികൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർക്കാം. തക്കാളിയും ചേർത്ത് ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ബീഫ് ഇതിലേക്ക് ചേർക്കാം. ബീഫും ഉള്ളിയും തക്കാളിയും ഒക്കെ കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച തേങ്ങാ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കാം. വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പ്രഷർ കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. പ്രഷർ കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 8-9 വിസിൽ വരുന്നത് വരെ വേവിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ബീഫിൻ്റെ വേവിനനുസരിച്ച് വേവിക്കുക. ചില ബീഫിന് വേവ് കൂടുതലായിരിക്കും, അതിനനുസരിച്ച് നിങ്ങളിത് വേവിച്ചെടുക്കുക. പിന്നെ പ്രഷർ കുക്കർ ഒരു വിസിൽ വരുന്നത് വരെ തീ കൂട്ടി വെച്ചിട്ടും വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ടും വേവിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാകുമ്പോൾ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. 8-9 വിസിലിന് ശേഷം ഞാൻ ഈ പ്രഷർ കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം.
നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ബീഫും ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തക്കാളിയൊന്നും കാണാനേ ഇല്ല, നന്നായിട്ട് വെന്തുടഞ്ഞിട്ടാണുള്ളത്. കറി നല്ല പാകത്തിനായിട്ടുണ്ട്. നല്ല തിക്കായ ഗ്രേവിയും നന്നായിട്ട് വെന്ത ബീഫും ഒക്കെ ആയിട്ട് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കറിയിലൊന്ന് കാച്ചൊഴിച്ചാൽ മാത്രം മതി. ഇനി ഇതിൻ്റെ തീ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാച്ചൊഴിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകം നന്നായിട്ട് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ചേർക്കാം. 4 ചുവന്നുള്ളിയാണ് ഞാനിവിടെ നേരിയതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉള്ളിയുടെ കളറ് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നമ്മൾ ഉണ്ടാക്കി വെച്ച കറിയിലേക്ക് ചേർക്കാം. അല്പം കറി ഈ പാനിലേക്ക് ഒഴിച്ച് തിരിച്ചൊഴിക്കാം. ഇതിലിരിക്കുന്ന വെളിച്ചെണ്ണയും പെരിഞ്ജീരകവും ഒക്കെ മുഴുവനായിട്ട് കറിയിലേക്ക് പോരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ബീഫ് കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് ഈ കറി എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം. സാധാ ചോറാണെങ്കിലും നെയ്ച്ചോറിൻ്റെയും നെയ്പ്പത്തിരിയുടെയും ഏതിൻ്റെ കൂടെയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറിയാണ്. നല്ല കോക്കനട്ട് പീസിൻ്റെ ഒക്കെ ടേസ്റ്റൊക്കെ ആയിട്ട് വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.